അത്തപ്പൂക്കളങ്ങളിൽ വർണ്ണങ്ങളായി നിറയാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളിൽ നിന്നും ചെണ്ടുമല്ലിയും പിച്ചിയും റോസുമൊക്കെ കേരളത്തിലേക്ക് വണ്ടി കയറി തുടങ്ങി. കേരളത്തിന്റെ ദേശീയോത്സവം മലയാളികൾ ആഘോഷമാക്കുമ്പോൾ ഓരോ ഓണക്കാലവും വലിയ പ്രതീക്ഷകളാണ് തമിഴ്നാട്ടിലെ പൂക്കർഷകർക്ക് പകർന്നു നൽകുന്നത്. ഇത്തവണയും കേരളത്തിൽ ആഘോഷങ്ങൾ സജീവമാകുന്നതോടെ പൂക്കളുടെ വിലയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഓണത്തെ വരവേൽക്കാൻ തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളും പൂപ്പാടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. തേനി ജില്ലയിലെ തേവാരം, കമ്പം, ചുരുളിപ്പെട്ടി, പല്ലവരായൻപെട്ടി, ശീലയംപെട്ടി തുടങ്ങിയ അതിർത്തി ഗ്രാമങ്ങളിലെ പൂപ്പാടങ്ങൾ വിളവെടുപ്പിനൊരുങ്ങുകയാണ്. ഓണക്കാലം ലക്ഷ്യമിട്ട് പ്രധാനമായി കൃഷി ചെയ്യുന്നത് ചെണ്ടുമല്ലി, പിച്ചി, റോസ്, ജമന്തി എന്നിവയാണ്. കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകൾ കൂടിയാണ് ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പൂക്കൾക്ക് പൊതുവെ നല്ല വില ലഭിക്കാറുണ്ടെങ്കിലും ഓണക്കാലമാകുന്നതോടെ വിപണിയിൽ പൂക്കളുടെ വില കുത്തനെ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഓണക്കാലം എത്തിയതോടെ തമിഴ്നാട്ടിലെ പൂവിപണിയും സജീവമായി. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ വ്യാപാരികൾ നേരത്തെ എത്തി ഓർഡർ നൽകുന്നുണ്ടെന്നും പ്രദേശത്തെ കർഷകരും വ്യാപാരികളും പറയുന്നു. ഇനി വരുന്ന സീസണിൽ ഇനി ഓണത്തിൽ നമ്മുടെ അത്തപ്പൂക്കോളം തുടങ്ങുമ്പോഴേ 1000 രൂപ. ഇനി തിരുവോണം ഉണ്ടല്ലോ, തിരുവോണത്തിന് ഇച്ചിരി കൂടുന്ന കൃഷിക്കാർ ഓർക്കുന്നത്. മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂവുകൾ എത്തുന്നത് തമിഴ്നാട് തേനി ജില്ലയിൽ നിന്നുമാണ്. ഓണക്കാലം പൂക്കളുടെ വസന്തകാലമാണെങ്കിലും പൂക്കളുടെ നാടെന്നറിയപ്പെടുന്നതും ഈ തമിഴ്നാടൻ അതിർത്തി ഗ്രാമങ്ങൾ തന്നെ. സിറ്റി വിഷൻ, തേനി.